വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. എനിക്കിതിൻ്റെ പേരറിയത്തില്ല. പേരറിയാമെന്നുള്ളൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണേ. ഇനി കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇടാം. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാം. നല്ല രീതിയിൽ നമ്മൾ കുഴയ്ക്കുന്നതിലാണ് അതിൻ്റെ പരുവം. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പരുവപ്പെടുത്തിയെടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലായാലും കുഴപ്പമില്ല. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി മാറ്റി വെക്കാം. അപ്പോൾ ഈ ബോൾസ് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറാക്കാം. അതിനാവശ്യമായ സാധനം അവലാണ്. പിന്നെ വേണ്ടത് തേങ്ങ, ശർക്കര ഉരുക്കിയത്, നെയ്യ്. ഇനി അവലൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്യാം. ഇനി റോസ്റ്റ് ചെയ്ത അവലിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ്, 1 സ്പൂണോളം നെയ്യ് മതിയാവും. ഇനി അതിലേക്ക് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് റോസ്റ്റായാൽ മതി. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോഴത്തേനും അതിൻ്റെ വെള്ളമെല്ലാം വലിയും. ആ നെയ്യും ഒക്കെ കയറി അതിനകത്തോട്ട് ഒന്ന് പിടിച്ച് കിട്ടും. ഇനി നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി എടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ നമ്മൾ പാനി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വറ്റി വരാൻ ഒരുപാട് സമയമെടുക്കും. ഈ പാനിയും ഈ തേങ്ങയും കൂടെ ഒന്ന് മിക്സായി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വറ്റി വരണം. ആ സമയത്ത് മാത്രമേ നമുക്ക് അവലിടാൻ പാടുള്ളൂ. ഇപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലപോലെ തിള വന്നിട്ടുണ്ട്. അത് തിളഞ്ഞ് കുറച്ചൊന്ന് വറ്റണം. ഈ ഒരു പരുവമാകുമ്പം വേണം നമുക്ക് അവലിട്ട് കൊടുക്കാൻ. കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒറ്റ കൈ ഫോൺ പിടിച്ചുകൊണ്ടാണ് ഞാനിപ്പം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇളക്കുന്നത്. ഇതും നമുക്ക് കൈ വിടാതെ ഒന്ന് ഇളക്കി ഈ സമയത്ത് ചെറിയ തീയിലൊന്ന് വെക്കണം. ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇളക്കി ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് മാറ്റാം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച ഈ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പ്രസ്സിലിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി പലക വെച്ച് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ പൂരിയുടെ ഈ പ്രസ് ഒരുപാട് പഴക്കമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഈ പരത്തി വെച്ചതിൻ്റെ ഒരു പകുതി ഭാഗത്തായിട്ടാണ് ഞാൻ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ നൈസായിട്ടാണ് ഇത് പരത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ അപ്പുറത്തെ സൈഡൊന്ന് നമുക്ക് ഇപ്പുറത്തോട്ട് വെച്ച് കൊടുക്കണം. ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അപ്പുറത്തെ വശം ഇപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരാവേ. ഇതിപ്പം പ്ലാസ്റ്റിക്കും കൂടി എൻ്റെ കൂടെ പോരുന്നുണ്ട്. ഇനി നമുക്ക് ആ സൈഡ് ഭാഗം ഒന്ന് കൈ വെച്ച് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് ഫുള്ള് പ്രസ് ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ ചപ്പാത്തി പലകയിലിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടി കയ്യിൽ തൊട്ടിട്ട് വേണം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒട്ടി വരത്തില്ല. നമുക്കിനി അടുത്തതും കൂടി
ഇപ്പോൾ ചെയ്ത പോലെ നമുക്ക് ചെയ്യാം. ഏകദേശം നമ്മളെല്ലാം ഇതുപോലെ തന്നെ പരത്തി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കതിന് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ പാം ഓയിലാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇടുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം തിന്നായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ്. തീ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി 2 വശവും നമുക്ക് മറിച്ചിട്ടും തിരിച്ചിട്ടും നമുക്കത് എടുത്താൽ മാത്രം മതി. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.